നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുന്നംകുളം നഗരത്തിൽ സ്ഥാപിച്ച അനധികൃത ബോർഡുകൾ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ചെയർപേഴ്സൺ സെക്രട്ടറിക്ക് നൽകിയ കത്തിനെ ചൊല്ലി കൌൺസിൽ യോഗത്തിൽ ബഹളം. കോൺഗ്രസ് അംഗങ്ങളാണ് വിഷയം ഉന്നയിച്ച് സഭയിൽ പ്രതിഷേധിച്ചത്. തൃശൂർ പൂരം കലക്കൽ പുതിയ വിവാദമായി എഡിജിപി എംആർ അജിത് കുമാറിന്റെ റിപ്പോർട്ട്. പൂരം കലക്കിയത് തിരുവമ്പാടി ദേവസ്വം എന്ന പരാമർശം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് പൂരം കലക്കിയതെന്നും എഡിജിപിയുടെ റിപ്പോർട്ട്. കോട്ടോൽക്കുന്നിൽ മണ്ണെടുക്കാനെത്തിയ വാഹനങ്ങൾ സമരസമിതിയുടെ നേതൃത്വത്തിൽ തടഞ്ഞു. രണ്ടിടങ്ങളിലായാണ് മണ്ണെടുത്തുകൊണ്ടിരിക്കുന്നത്. അളവിലധികം മണ്ണ് കയറ്റിയതിനെ തുടർന്ന് പോലീസ് എത്തി വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തു. പെരുമ്പടപ്പ് പാലപ്പെട്ടിയിൽ സ്കൂട്ടറിന് പുറകിൽ കാറിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. പുനേർകുളം ചെറായി കുലവത്ര 58 വയസ്സുള്ള രാജനാണ് മരിച്ചത്. പൊന്നാനി ഭാഗത്തു നിന്ന് വരികയായിരുന്ന സ്കൂട്ടറിന് പിന്നിൽ ഇതേ ദിശയിൽ വരികയായിരുന്ന കാർ ഇടിച്ചായിരുന്നു അപകടം. വാർത്തകൾ വിശദമായി. കുന്നംകുളം നഗരത്തിൽ സ്ഥാപിച്ച അനധികൃത ബോർഡുകൾ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ചെയർപേഴ്സൺ സെക്രട്ടറിക്ക് നൽകിയ കത്തിനെ ചൊല്ലി കൌൺസിൽ യോഗത്തിൽ ബഹളം. കോൺഗ്രസ് അംഗങ്ങളാണ് വിഷയം ഉന്നയിച്ച് സഭയിൽ പ്രതിഷേധിച്ചത്. കോൺഗ്രസ് കൌൺസിലർമാർ മുദ്രാവാക്യം വിളിച്ച് ചെയർപേഴ്സന്റെ ഡയസിന് മുന്നിൽ പ്രതിഷേധിച്ചതോടെ അജണ്ടകൾ അംഗീകരിച്ചതായി അറിയിച്ച് ചെയർപേഴ്സൺ യോഗം പിരിച്ചുവിട്ടു. നഗരത്തിലെ അനധികൃത ബോർഡുകൾ നഗരസഭാ സെക്രട്ടറിയുടെ നിർദ്ദേശത്തെ തുടർന്ന് മാറ്റുന്ന നടപടിക്കെതിരെ കോൺഗ്രസ് കൌൺസിലർ ലബീബ് ഹസൻ ഉൾപ്പെടെയുള്ള കൌൺസിലർമാർ പ്രതിഷേധവുമായി രംഗത്തു വന്നിരുന്നു. തുടർന്ന് സർവകക്ഷി യോഗം വിളിച്ചു ചേർത്ത ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാമെന്ന ധാരണയുടെ അടിസ്ഥാനത്തിൽ ബോർഡ് മാറ്റുന്നത് താൽക്കാലികമായി ഒരു ദിവസത്തേക്ക് നിർത്തിവെക്കാനാണ് ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ സെക്രട്ടറിക്ക് കത്ത് നൽകിയത്. ഈ കത്ത് കോടതി ലക്ഷ്യമാണെന്ന് കാണിച്ച് ഹൈക്കോടതിയിൽ കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ് ഹർജി നൽകി. ജനുവരിയിൽ കോടതി ഇത് പരിഗണിക്കാനിരിക്കെയാണ് തിങ്കളാഴ്ച ചേർന്ന കൌൺസിൽ യോഗത്തിൽ ലബീബ് ഹസൻ വിഷയം സഭയിൽ ഉന്നയിച്ചത്. ചെയർപേഴ്സൺ രാജിവെക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇതു സംബന്ധിച്ച് ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ രൂക്ഷമായ വാക്കേറ്റമുണ്ടായി. തുടർന്നാണ് കൌൺസിൽ യോഗം പിരിച്ചുവിട്ടത്. അതേസമയം കോൺഗ്രസിലെ ലബീബ് ഹസൻ വ്യക്തിപരമായി തന്നെ ആക്ഷേപിക്കുകയാണെന്ന് ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു. നല്ല രീതിയിൽ അവരൊന്ന് ഇതിന്റെ നിയമപരമായ നടപടികളിലൂടെ ഇത് എടുക്കണമെന്നുള്ള, അല്ലാണ്ട് ഒരു ഹൈക്കോടതി വിധിയെ ലംഘിക്കാനോ അല്ലെങ്കിൽ അത് മാറ്റിവെക്കാനോ അല്ല, വെറുതെ അധിക്ഷേപിച്ച് നാണം കെടുത്താന്നല്ലാണ്ട് ഇതിന്റെ ഇത്തരം കാര്യങ്ങളിൽ ഇത് കൃത്യമായി അറിയാവുന്ന ഒരു നഗരസഭയിലെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നത്തിൽ നേരിടുക എന്നുള്ളത് ഒരു ചെയർമാൻ എന്ന രീതിയിൽ ആവശ്യമാണ്. അങ്ങനെയുള്ള ഒരു ആവശ്യം മാത്രമാണ് ഞാൻ നടപ്പാക്കിയിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ എന്തുണ്ടെങ്കിലും അത് കോടതിയായിട്ട് സംസാരിച്ച് അത് സെറ്റിൽ ചെയ്യാനും അതിൻ്റെ നടപടിക്രമങ്ങൾ പാലിക്കാനും ഞാൻ തയ്യാറാണ്. താൽക്കാലികമായി മാറ്റിവെക്കുന്ന അത് രാത്രി ഈ നിർദ്ദേശം കൊടുത്തു, പിറ്റേ ദിവസം രാവിലെ തന്നെ ഇത് നിർദ്ദേശം കൊടുത്ത് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. രാത്രി മാത്രമേ, ഇനിയിപ്പോൾ രാത്രി എടുക്കാൻ പോകുന്നത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു ദിവസം പോലും അത് വീഴ്ച വന്നിട്ടില്ല. ഇതാണ് എനിക്കിതിൽ പറയാം. CCTV ന്യൂസ് കുന്നംകുളം. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉപദേവതയായ ഇടത്തിരുത്തുകാവിൽ ഭഗവതിക്ക് നാട്ടുകാരുടെ വകയായുള്ള പിള്ളേര് താലപ്പൊലി ജനുവരി 5-ന് ആഘോഷിക്കും. ആഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ ദർശന നിയന്ത്രണമുണ്ടാകും. ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജ, നിറമാല, അലങ്കാരം എന്നിവയുണ്ടാകും. ക്ഷേത്രത്തിലെ പൂജാകർമ്മങ്ങൾ നേരത്തെ പൂർത്തിയാക്കി ഉച്ചയ്ക്ക് 12-ന് നടയടയ്ക്കും. തുടർന്ന് പുറത്തേക്ക് എഴുന്നള്ളിപ്പുണ്ടാകും. ചോറ്റാനിക്കര വിജയൻ, ചെറുപ്പുളശ്ശേരി ശിവൻ, പാഞ്ഞാൾ വേലുക്കുട്ടി, മച്ചാട് ഉണ്ണിനായർ, തിരുവില്ലാമല ഹരി എന്നിവരുടെ പഞ്ചവാദ്യം അകമ്പടിയാകും. തിരിച്ചെഴുന്നള്ളിപ്പിന് പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ മേളവും ഉണ്ടാകും. തുടർന്ന് നടക്കൽ പറയും നടക്കും. മഞ്ഞൾ, അരി, കുങ്കുമം, നെല്ല് തുടങ്ങി വിവിധ ദ്രവ്യങ്ങൾ അടങ്ങിയ 1008 പറയാണ് ഒരുക്കുക. മേൽപുത്തൂർ ഓഡിറ്റോറിയത്തിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറും. തൃശൂർ പൂരം കലക്കൽ പുതിയ വിവാദമായി എഡിജിപി എംആർ അജിത് കുമാറിന്റെ റിപ്പോർട്ട്. പൂരം കലക്കിയത് തിരുവമ്പാടി ദേവസ്വം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് പൂരം കലക്കിയതെന്നും എഡിജിപിയുടെ റിപ്പോർട്ടിൽ പറയുന്നു. തൃശൂർ പൂരം കലക്കലിൽ തിരുവമ്പാടി ദേവസ്വത്തിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി എഡിജിപി എംആർ അജിത് കുമാറിന്റെ റിപ്പോർട്ട്. ദേവസ്വത്തിലെ ചിലർ ഗൂഢാലോചന നടത്തിയെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പൂരനാളിൽ ബോധപൂർവം കുഴപ്പമുണ്ടാക്കിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. BJPയുടെ പേര് പറയാതെയാണ് അജിത് കുമാറിന്റെ റിപ്പോർട്ട്. റിപ്പോർട്ടിൽ തിരുവമ്പാടി ദേവസ്വത്തിനെതിരെ രൂക്ഷ വിമർശനമാണുള്ളത്. പൂരം കലക്കാൻ ദേവസ്വത്തിലെ ചിലർ ഗൂഢാലോചന നടത്തി.
നിയമപരമായി സാധ്യമാകാത്ത കാര്യങ്ങൾ ദേവസ്വം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. അവലോകന യോഗങ്ങളിലടക്കം ദേവസ്വം ഈ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ തിരുവമ്പാടി ദേവസ്വം അധികൃതർ ഈ ആരോപണങ്ങളെ തള്ളി. സർക്കാർ മുൻപേ ഈ റിപ്പോർട്ട് തള്ളിയതാണെന്ന് വ്യക്തമാക്കി റവന്യൂ മന്ത്രി കെ രാജനും രംഗത്തെത്തി. CCTV ന്യൂസ്, കേച്ചേരി. കുപ്രസിദ്ധ ഗുണ്ടയും UAPA ഉൾപ്പെടെ നിരവധി കേസുകളിലെ പ്രതിയുമായ യുവാവ് പിടിയിൽ. പാലപ്പെട്ടി താണിത്തുറയ്ക്കൽ 34 വയസ്സുള്ള ഷംനാദാണ് അറസ്റ്റിലായത്. കേരള ആന്റി ടെററിസ്റ്റ് സ്ക്വാഡിന്റെ സഹായത്തോടെ തൃശൂർ സിറ്റി പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് DIG പുട്ട വിമലാധിക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഉത്തർപ്രദേശിലെ നേപ്പാൾ ബോർഡറിൽ വെച്ചാണ് പിടികൂടിയത്. വധശ്രമം ഉൾപ്പെടെ 22 കേസുകളിലെ പ്രതിയാണ് ഷംനാദ്. 2023 ഓഗസ്റ്റ് 17-ന് വെളിയംകോട് സ്വദേശി മുഹമ്മദ് ഫായിസിനെ വധിക്കാൻ ശ്രമിച്ചതിന് വടക്കേക്കാട് പോലീസ് സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തത്. ഈ കേസിന് ശേഷം വടക്കേ ഇന്ത്യയിലും നേപ്പാളിലും ഒളിവിൽ കഴിയുകയായിരുന്നു. 2016-ൽ വിജിലൻസ് ചമഞ്ഞ് പെരുമ്പാവൂരിലെ വീട്ടിൽ കയറി സ്വർണ്ണാഭരണങ്ങളും മറ്റും കവർച്ച ചെയ്ത കേസിലെ പ്രധാന പ്രതി കൂടിയാണ് ഇയാൾ. എരുമപ്പെട്ടി നെല്ലുവായിൽ ഓട്ടോറിക്ഷയിടിച്ച് വഴിയാത്രക്കാരൻ മരിച്ചു. മുണ്ടൻകോട് റോഡിൽ നെല്ലുവായ് വടക്കുമുറി വീട്ടിൽ 73 വയസ്സുള്ള ബാലനാണ് മരിച്ചത്. തിങ്കളാഴ്ച വൈകിട്ട് 7 മണിയോടെയായിരുന്നു അപകടം. റോഡരികിലൂടെ നടന്നു വരികയായിരുന്ന ബാലന്റെ പുറകിൽ ഓട്ടോറിക്ഷ ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റ ബാലനെ ആദ്യം കരിയന്നൂരിലുള്ള സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിച്ചു. പെരുമ്പടപ്പ് പാലപ്പെട്ടിയിൽ സ്കൂട്ടറിന് പുറകിൽ കാറിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. പുന്നേർകുളം ചെറായി കുലവത്ര 58 വയസ്സുള്ള രാജനാണ് മരിച്ചത്. ഞായറാഴ്ച വൈകിട്ടായിരുന്നു അപകടം. പൊന്നാനി ഭാഗത്തു നിന്ന് വരികയായിരുന്ന സ്കൂട്ടറിന് പുറകിൽ ഇതേ ദിശയിൽ വരികയായിരുന്ന കാർ ഇടിക്കുകയായിരുന്നു. തലയ്ക്ക് സാരമായി പരിക്കേറ്റ രാജനെ ചാവക്കാട് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ഷൈല ഭാര്യയും രാജേഷ്, അജീഷ്, അഞ്ജു എന്നിവർ മക്കളുമാണ്. കോട്ടോൽക്കുന്നിൽ മണ്ണെടുക്കാനെത്തിയ വാഹനങ്ങൾ സമരസമിതിയുടെ നേതൃത്വത്തിൽ തടഞ്ഞു. 2 ഇടങ്ങളിലായാണ് മണ്ണെടുത്തുകൊണ്ടിരിക്കുന്നത്. പട്ടികജാതി വിഭാഗം ആളുകൾ താമസിക്കുന്ന സ്ഥലത്താണ് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ മണ്ണെടുക്കുന്നത് തടഞ്ഞത്. തുടർന്ന് കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി തടഞ്ഞ 2 ലോറികളിൽ അമിത അളവിലാണ് മണ്ണ് കയറ്റിയിരുന്നത്. വാഹനങ്ങൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കുന്ന് സംരക്ഷണ സമിതി ചെയർമാൻ സരിത, കൺവീനർ പ്രമോദ്, അംഗങ്ങളായ ലക്ഷ്മണൻ, നാസർ, ഷംസു ആലുങ്ങൽ, സുബ്രഹ്മണ്യൻ, ശ്രീരാഗ്, സുമിത്, ഷാനി മണലിൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് സംരക്ഷണ പ്രവർത്തകർ പറഞ്ഞു. കോട്ടോൽക്കുന്നിലെ രാപ്പകൽ മണ്ണെടുപ്പ് നിയമവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടി വെൽഫെയർ പാർട്ടി സമരപ്രഖ്യാപനം നടത്തി. കോട്ടോൽക്കുന്നിനെ മറ്റൊരു ചൂരൽമലയാക്കരുത് എന്നും സർക്കാർ ഭൂമി ഉൾപ്പെടുന്നതും പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരായ സാധാരണക്കാർ തിങ്ങിപ്പാർക്കുന്ന കോട്ടോൽക്കുന്നിൽ നിന്നും മണ്ണെടുക്കുന്നതിന് ജിയോളജി വകുപ്പ് നൽകിയ അനുമതി ഉടൻ റദ്ദ് ചെയ്യണമെന്നും വെൽഫെയർ പാർട്ടി ആവശ്യപ്പെട്ടു. മേഖലയിൽ നിന്നും അനുമതി നൽകിയതിലധികമായി മണ്ണ് ഖനനം നടത്തിയ ശിവാലയ കമ്പനിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ അനീസ് സമരപ്രഖ്യാപന പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി ഷമീറ നാസർ, ട്രഷറർ ഹസീന സലീം, MN സലാഹുദ്ദീൻ, മുജീബ് പട്ടേൽ, നാസർ വില്ലന്നൂർ എന്നിവർ സംസാരിച്ചു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡിൽ നിർമ്മാണം പൂർത്തീകരിച്ച് 43-ാം നമ്പർ അങ്കണവാടിയുടെ ഉദ്ഘാടനം നടന്നു. തിങ്കളാഴ്ച രാവിലെ 9:30 നടന്ന ചടങ്ങിൽ മുരളി പെരുന്നെല്ലി MLA അങ്കണവാടി നാടിന് സമർപ്പിച്ചു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ അധ്യക്ഷയായി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ വി ധന്യ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, ജില്ലാ പഞ്ചായത്ത് അംഗം AV വല്ലഭൻ എന്നിവർ മുഖ്യാതിഥികളാകും. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT ജോസ്, സ്ഥിരം സമിതി അധ്യക്ഷരായ ഹസനുൽ ബന്ന, ജൂലറ്റ് ബിനു, സുനിത ഉണ്ണികൃഷ്ണൻ, അങ്കണവാടിക്ക് സ്ഥലം സൗജന്യമായി നൽകിയ TL പിയൂസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TA മുഹമ്മദ് ഷാഫി, വാർഡ് മെമ്പർ KT ബാലകൃഷ്ണൻ, ആസൂത്രണ സമിതി അംഗം MB പ്രവീൺ, ICDS ഓഫീസർ CJ ഷൈനി, മറ്റു ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. മറ്റം സ്വദേശിയായ TL പിയൂസ് സൗജന്യമായി നൽകിയ 4.5 സെന്റ് ഭൂമിയിൽ ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പദ്ധതി വിഹിതമായ 16.7 ലക്ഷം രൂപയും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും 5 ലക്ഷം രൂപയും സംസ്ഥാന ശിശുക്ഷേമ വകുപ്പിന്റെ 2 ലക്ഷം രൂപയും ഉൾപ്പെടെ 22.7 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച അങ്കണവാടി കെട്ടിടമാണ് മുരളി പെരുന്നെല്ലി MLA നാടിന് സമർപ്പിച്ചത്. CCTV ന്യൂസ്, കേച്ചേരി. കാട്ടകാമ്പാൽ സ്രായിൽ മോഷണശ്രമം. തലേക്കര സുരേന്ദ്രന്റെ വീട്ടിലാണ് മോഷ്ടാവ് എത്തിയത്. വീട്ടിലെ CCTV ക്യാമറയിൽ ദൃശ്യം പതിഞ്ഞിട്ടുണ്ട്.
വീടിന്റെ പുറകുവശത്തെ വാതിൽ തുറക്കാൻ ശ്രമിക്കുന്നത് ക്യാമറയിൽ കാണാം. വീടിന് ചുറ്റും നടന്ന മോഷ്ടാവ് CCTV ക്യാമറ കണ്ടതോടെ മാറിപ്പോവുകയായിരുന്നു. വിവസ്ത്രനായ മോഷ്ടാവിന്റെ കയ്യിൽ ടോർച്ചുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളിയാണെന്നാണ് സംശയം. കുന്നംകുളം പോലീസിൽ പരാതി നൽകി. കുറച്ചു ദിവസങ്ങളായി വീടുകളിൽ മോഷണ ശ്രമങ്ങൾ നടക്കുന്നതായി നാട്ടുകാർ പറഞ്ഞു. അന്തരിച്ച മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ മറ്റം മുളയ്ക്കൽ പരേതനായ ജോണി മാസ്റ്ററുടെ മകൻ ജോമോൻ മാസ്റ്റർക്ക് നാട് യാത്രാമൊഴിയേകി. CCTV മാനേജർ സിൻഡോ ജോസിന്റെ ഭാര്യ സഹോദരനാണ് പരേതൻ. 45 വയസ്സായിരുന്നു. കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 4:30ഓടെയാണ് മരണം സംഭവിച്ചത്. സംസ്കാരം മറ്റം സെന്റ് തോമസ് ഫൊറോന ദേവാലയ സെമിത്തേരിയിൽ നടന്നു. CCTVക്ക് വേണ്ടി മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ പുഷ്പചക്രം സമർപ്പിച്ചു. ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ KM എഡ്വിൻ, ഷാജി വി ജോസ്, NV അബ്ദുസമദ്, CI ബിജു, V ശശികുമാർ, ന്യൂസ് കോർഡിനേറ്റർ ജോസ് മാളിയക്കൽ, കേബിൾ TV ഓപ്പറേറ്റർമാർ, CCTV ജീവനക്കാർ തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക TV ബിജിയാണ് ജോമോൻ മാസ്റ്ററുടെ ഭാര്യ. വിദ്യാർത്ഥികളായ ആൻ ക്രിസ്റ്റൽ ജോ, ജുവൽ മരിയ ജോ എന്നിവർ മക്കളാണ്. ചാവക്കാട് BRC കോർഡിനേറ്റർ ജോത്സ്ന J മുളയ്ക്കൽ സഹോദരിയും പരേതയായ ആലിസ് ടീച്ചർ മാതാവുമാണ്. സാമൂതിരി കോട്ടയ്ക്കൽ കിഴക്കേ കോവിലകം വടക്കേ കോട്ടോൽ അസുര മഹാകാളൻ ക്ഷേത്രത്തിലെ കളമെഴുത്ത് പാട്ട് മഹോത്സവം ദേശത്താലപ്പൊലിയോടുകൂടി സമാപിച്ചു. സമാപന ദിവസത്തിൽ ദേശപ്പാട്ടായിട്ടാണ് കളമെഴുത്ത് പാട്ട് നടത്തിയത്. രാവിലെ നട തുറക്കൽ, വിശേഷാൽ പൂജകൾ, ഉച്ചപ്പാട്ട്, വൈകിട്ട് ദീപാരാധന, അത്താഴപൂജ, തായമ്പക, മുല്ലയ്ക്കൽ പാട്ട്, മേളം, താലം എഴുന്നള്ളിപ്പ്, ഈടും കൂറും, കളപ്രദക്ഷിണം, കളം പൂജ, സോപാന സംഗീതം, കളത്തിലാട്ടം, നാളികേരമേറ്, കളം മായ്ക്കൽ, അന്നദാനം എന്നിവയ്ക്ക് ശേഷം കൂറ വലിച്ചതോടെ കളമെഴുത്ത് പാട്ട് സമാപിച്ചു. കാട്ടകാമ്പാൽ കല്ലാറ്റ് മണികണ്ഠക്കുറുപ്പും ക്ഷേത്ര ചടങ്ങുകൾക്ക് മേൽശാന്തി BTV ശ്രീകുമാർ നമ്പൂതിരിയും കാർമ്മികത്വം വഹിച്ചു. പ്രസിഡന്റ് V സുധാകരൻ നായർ, സെക്രട്ടറി PS സുരേഷ്, ട്രഷറർ KK നിഖിൽ എന്നിവരടങ്ങിയ ക്ഷേത്ര ഭരണസമിതി നേതൃത്വം നൽകി. എരുമപ്പെട്ടി പഞ്ചായത്തിലെ മുണ്ടൻകോട് ഗ്രാമത്തിൽ വീട് തകർന്നു വീണ് ദുരിതത്തിലായ പ്രായമായ സഹോദരിമാർക്ക് യൂത്ത് കോൺഗ്രസ് വീട് നിർമ്മിച്ചു നൽകുന്നു. ഡിസംബർ 26 വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്നേഹഭവനത്തിന്റെ കട്ടിളവെപ്പ് നിർവഹിക്കും. പഞ്ചായത്തിലെ 5-ാം വാർഡിലെ മുണ്ടൻകോട് ഗ്രാമവാസികളായ കാളിക്കുട്ടി എന്ന തങ്കയും സഹോദരി വത്സലയും താമസിച്ചിരുന്ന വീട് കാലപ്പഴക്കത്താൽ ജീർണാവസ്ഥയിലായിരുന്നു. ആഴ്ചകൾക്ക് മുമ്പ് വീട് പൂർണ്ണമായും നിലംപൊത്തി. പഞ്ചായത്ത് അധികൃതരും റവന്യൂ വകുപ്പും ഇവരെ സംരക്ഷിക്കുവാനോ വീട് നിർമ്മിച്ചു നൽകുവാനോ യാതൊരു നടപടിയും കൈക്കൊണ്ടില്ല. ഈ സാഹചര്യത്തിലാണ് യൂത്ത് കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റി മാതൃസംഘടനയായ കോൺഗ്രസിന്റെ സഹകരണത്തോടെ ഇവർക്ക് വീട് നിർമ്മിച്ചു നൽകാൻ മുന്നോട്ട് വന്നത്. ഏകദേശം 700ഓളം ആളുകളാണ് ആ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഈ 700 ആളുകൾ ഉൾപ്പെട്ടപ്പോ പോലും ആദ്യത്തെ 5 പേരിൽ ഉൾപ്പെടുന്ന ഈ തങ്കേച്ചീനെ ഒഴിവാക്കപ്പെടുകയാണ്. അത് തകർന്ന് വീണിട്ടും ഒരു അടിയന്തര സഹായം എന്നുള്ള നിലയ്ക്ക് ഇവിടുത്തെ പഞ്ചായത്ത് സംവിധാനങ്ങളോ അല്ലെങ്കിൽ റവന്യൂ സംവിധാനങ്ങളോ ഒരു 5 പൈസ കുടുംബത്തിന് കൊടുത്തില്ല. അവരെ ഒന്നും മാറ്റി താമസിപ്പിക്കാൻ പോലും ഉള്ള ഒരു സാഹചര്യം ഇവിടുത്തെ ഇതൊക്കെ ചെയ്യേണ്ട ഭരണ സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഏകദേശം 45 വർഷങ്ങൾക്ക് മുമ്പ് KS നാരായണൻ നമ്പൂതിരി MLA നിർമ്മിച്ചു നൽകിയ വീട്ടിലായിരുന്നു ഇവർ കഴിഞ്ഞിരുന്നത്. കാലപ്പഴക്കത്താൽ വീട് വാസയോഗ്യമല്ലാതായി മാറിയിരുന്നു. നിരാലംബരും പട്ടികജാതി വിഭാഗക്കാരുമായ ഈ സഹോദരിമാർ വീട് ലഭിക്കാൻ ലൈഫ് ഉൾപ്പെടെയുള്ള പദ്ധതികളിൽ പലതവണ അപേക്ഷ സമർപ്പിച്ചെങ്കിലും ഇവരെ പരിഗണിക്കാൻ കാലാകാലങ്ങളിൽ മാറിവന്ന CPM വാർഡ് മെമ്പർമാരും പഞ്ചായത്ത് ഭരണസമിതിയും തയ്യാറായില്ലെന്നും ആനുകൂല്യം ലഭിക്കാൻ ഏറ്റവും അർഹതയുള്ളവരായിട്ടും കോൺഗ്രസ് അനുഭാവികളായിരുന്നു എന്നതിനാലാണ് ഇവരെ മനഃപൂർവ്വം ഒഴിവാക്കിയതെന്നും യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. 26-ാം തീയതി നിർദ്ധരായിട്ടുള്ള തങ്കച്ചേച്ചിയും ആ തങ്കച്ചേച്ചിയുടെ അനിയത്തിക്കും വേണ്ടി യൂത്ത് കോൺഗ്രസും അതുപോലെ കോൺഗ്രസും അവിടെ പോഷക സംഘടനകളും നമ്മളുമായി സഹകരിക്കുന്ന ഒരുപാട് പേരുടെ സഹായ സഹകരണത്താൽ തുടങ്ങി വയ്ക്കുന്ന വീടിന്റെ കട്ട്ലവെപ്പ് കർമ്മത്തിന് വേണ്ടിയിട്ടാണ്. ആ കട്ട്ലവെപ്പ് കർമ്മത്തിന് അവിടെ എത്തുന്നത് രാഹുൽ മാങ്കൂട്ടം, സംസ്ഥാന പ്രസിഡന്റ്, ഇപ്പോൾ പാലക്കാടിന്റെ MLA കൂടി ആയിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാഹുൽ മാങ്കൂട്ടാണ്. കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകുന്ന 3ാമത്തെ ഭവനമാണിത്. ചടങ്ങിനുശേഷം നെല്ലുവായ് സെന്ററിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് സ്വീകരണം നൽകും. എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായ്, കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PS സുനീഷ്, നേതാക്കളായ MM നിഷാദ്, CK നാരായണൻ, AU മനാഫ് എന്നിവർ പങ്കെടുത്തു. CCTV ന്യൂസ്, എരുമപ്പെട്ടി.
പഴുന്നാന ശ്രീ വേട്ടേക്കാരൻകാവ് ക്ഷേത്രത്തിലെ ഊട്ടുപുര സമർപ്പണം നടന്നു. ആറ്റുപുറം കുടുംബമാണ് ഊട്ടുപുര സമർപ്പിക്കുന്നത്. ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷേത്രം ഊരാളൻ പി സതീശൻ രാജ അധ്യക്ഷത വഹിച്ചു. മണ്ണൂർ ശ്രീരാമാനന്ദാശ്രമം സ്വാമിജി ഡോക്ടർ ശ്രീ ധർമാനന്ദ സ്വാമികൾ മുഖ്യപ്രഭാഷണം നടത്തി. ഗുരുവായൂർ ക്ഷേത്രം ഊരാളനും ഭരണസമിതി അംഗവുമായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, പ്രശസ്ത വാസ്തു തച്ചുശാസ്ത്ര വിദഗ്ധൻ കാണിപ്പയ്യൂർ കുട്ടൻ നമ്പൂതിരിപ്പാട്, പുന്നത്തൂർ കോവിലകം ക്ഷേത്രം ഊരാളൻ സതീശൻ രാജ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സംഗീതാർച്ചനയും പുല്ലാങ്കുഴൽ കച്ചേരിയും ഉണ്ടായി. കുന്നംകുളം നഗരസഭ കേരളോത്സവത്തിൽ തിളങ്ങി സഹോദരങ്ങൾ. ചെമ്മണ്ണൂർ ഇരുപ്പശ്ശേരി വീട്ടിൽ രാജൻ നിഷ ദമ്പതികളുടെ മക്കളായ അശ്വിൻ രാജും നിവേദിയുമാണ് കലാകായിക പ്രകടനത്തിൽ നേട്ടങ്ങൾ കൊയ്തത്. ചെറുപ്പം മുതൽ അശ്വിനും നിവേദിയും വിദ്യാഭ്യാസത്തോടൊപ്പം സംഗീതം, നൃത്തം തുടങ്ങി കലാകായിക ഇനങ്ങളെല്ലാം അഭ്യസിക്കുന്നുണ്ട്. സ്കൂളുകളിലെ കലോത്സവങ്ങളിൽ വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത് നിരവധി സമ്മാനങ്ങളും വാരിക്കൂട്ടിയിട്ടുണ്ട്. സേലത്ത് റേഡിയേഷൻ കോഴ്സ് പഠിക്കുകയാണ് അശ്വിൻ രാജ്. ഇതിനിടയിലും കലയോടുള്ള ഇഷ്ടമാണ് വിവിധ മത്സര ഇനങ്ങളിൽ പങ്കെടുക്കാനുള്ള പ്രചോദനമാകുന്നത്. നഗരസഭ ലളിതഗാനത്തിൽ ഫസ്റ്റ്, കർണാട്ടിക് സംഗീതം സെക്കൻഡ്, കവിത എ ഗ്രേഡ്, ഫുട്ബോൾ ഫസ്റ്റ് എന്നിങ്ങനെ തിളക്കമാർന്ന വിജയമാണ് അശ്വിൻ രാജ് നേടിയത്. ഡിഗ്രിക്ക് പഠിക്കുന്ന സഹോദരി നിവേദിയും തികഞ്ഞ കലാകാരിയാണ്. സ്വിമ്മിംഗ് 3 മോഡൽ ഫസ്റ്റ്, ഭരതനാട്യം 3ാം സ്ഥാനം, കവിത ബി ഗ്രേഡ് തുടങ്ങിയ നേട്ടങ്ങൾക്കൊപ്പം വ്യക്തിഗത വനിതാ ചാമ്പ്യൻ പട്ടവും കേരളോത്സവത്തിൽ നിവേദ്യ കരസ്ഥമാക്കിയിട്ടുണ്ട്. കലയോട് ഏറെ ഇഷ്ടമുള്ള രാജനും നിഷയും മക്കൾക്ക് വിദ്യാഭ്യാസത്തോടൊപ്പം അവരുടെ കലാമികവുകൾ കൂടി പ്രോത്സാഹിപ്പിച്ച് കൂടെയുണ്ട്. CCTV ന്യൂസ് കുന്നംകുളം. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ യുവ 2024 സപ്തദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൌൺസിലർ ഷീജ ഭരതൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പുസ്തകപ്പയറ്റ് പ്രൊജക്ടിൽ 6000 രൂപയുടെ പുസ്തകങ്ങൾ നൽകിയ ഡോക്ടർ EM സക്കീർ ഹുസൈനിൽ നിന്ന് സീതാ രവീന്ദ്രൻ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. ഡോക്ടർ EM സക്കീർ ഹുസൈൻ മുഖ്യപ്രഭാഷണം നടത്തി. വാർഡ് കൌൺസിലർ ലബീബ് ഹസൻ, PTA പ്രസിഡന്റ് P മണികണ്ഠൻ, SMUP സ്കൂൾ PTA പ്രസിഡന്റ് PA ദിനുദാസ്, പ്രിൻസിപ്പാൾ VB ശ്യാം, പ്രോഗ്രാം ഓഫീസർ ശ്രീജ ശശിധരൻ, അധ്യാപകർ തുടങ്ങിയവർ സംസാരിച്ചു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് 3ാം വാർഡ് പാറന്നൂരിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഗ്രാമോത്സവത്തിന്റെ ഭാഗമായി ചിത്രരചനാ മത്സരം നടത്തി. പാറന്നൂർ സെന്റ് തോമസ് UP സ്കൂളിൽ നടന്ന ചിത്രരചനാ മത്സരത്തിൽ LP വിഭാഗം മുതൽ ഹയർ സെക്കൻഡറി തലം വരെയുള്ള നിരവധി വിദ്യാർത്ഥികൾ പങ്കാളികളായി. വരും ദിവസങ്ങളിൽ മെഹന്തി, തലയിണയടി, ഷട്ടിൽ ടൂർണമെന്റ്, കാർഷിക മത്സരങ്ങൾ, വടംവലി തുടങ്ങിയ മത്സരങ്ങൾ അരങ്ങേറും. 29-ന് നടക്കുന്ന സമാപന ചടങ്ങ് മുരളി പെരുന്നലി MLA ഉദ്ഘാടനം ചെയ്യും. വിവിധ കലാപരിപാടികൾക്ക് ശേഷം മത്സര വിജയികൾക്ക് സമ്മാന വിതരണവും ഉണ്ടാകും. ഡിസംബർ 22 മുതൽ 29 വരെയുള്ള ദിവസങ്ങളിലായാണ് ഗ്രാമോത്സവം സംഘടിപ്പിക്കുന്നത്. കുന്നംകുളം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് NSS യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പിന് കിഴൂർ ശ്രീ വിവേകാനന്ദ കോളേജിൽ തുടക്കമായി. നാട്ടുപച്ച എന്ന പേരിൽ സംഘടിപ്പിച്ച ക്യാമ്പിന്റെ ഉദ്ഘാടനം കുന്നംകുളം നഗരസഭ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ PM സുരേഷ് നിർവഹിച്ചു. വാർഡ് കൌൺസിലർ രേഷ്മ സുനിൽ അധ്യക്ഷയായി. വിവേകാനന്ദ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KR രഞ്ജിത്ത്, NCC പ്രോഗ്രാം ഓഫീസർ ശിവരാമകൃഷ്ണൻ, സീനിയർ സൂപ്രണ്ട് VV രാജേന്ദ്രൻ, NSS പ്രോഗ്രാം ഓഫീസർ VC ആശൻ, വോളണ്ടിയർ സെക്രട്ടറി അഭിഷേക് ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ക്യാമ്പിന്റെ വിളംബര ജാഥയുമുണ്ടായി. ഡിസംബർ 27 വരെ നീണ്ടുനിൽക്കുന്ന ക്യാമ്പിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ, മെഡിക്കൽ ക്യാമ്പ്, വിവിധ വിഷയങ്ങളിൽ ബോധവൽക്കരണ ക്ലാസുകൾ, ക്വിസ് മത്സരങ്ങൾ, നഗരസഭയുടെ മാലിന്യമുക്ത പരിപാടികൾ, കുന്നംകുളം പോലീസുമായി ചേർന്ന് ഗതാഗത സൗകര്യ സഹായങ്ങളുടെ ക്രമീകരണങ്ങൾ തുടങ്ങിയ പരിപാടികൾ സംഘടിപ്പിക്കും. CCTV ന്യൂസ് കുന്നംകുളം. കടങ്ങോട് പഞ്ചായത്ത് റൈസ് മിൽ സെന്ററിൽ വെറ്റിനറി സബ് സെന്റർ വഴിയുള്ള മിൽ റിംഗ് റോഡ് ഉദ്ഘാടനം ചെയ്തു. ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5.20 ലക്ഷം രൂപ ചിലവഴിച്ച് ആണ് റോഡ് റീടാറിംഗും. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് 7 ലക്ഷം രൂപ ചിലവഴിച്ച് കാനയും നിർമ്മിച്ചാണ് റോഡ് പുനരുദ്ധാരണം നടത്തിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK മണി മുഖ്യാതിഥിയായി. കടങ്ങോട് ഗ്രാമീണ വായനശാല പ്രസിഡന്റ് UV ഗിരീഷ്, വാർഡ് മെമ്പർ CV സുഭാഷ്, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ സൗമ്യ സുരേഷ് എന്നിവർ സംസാരിച്ചു. ജനകീയ ഭരണസമിതി 50 മാസങ്ങൾ പിന്നിട്ടതിന്റെ ഭാഗമായി 50 പദ്ധതികളുടെ ഉദ്ഘാടനത്തെ രണ്ടാമത്തെ ഉദ്ഘാടനമാണിത്.
അത്താണി അമ്പലപുരം ദേശവിദ്യാലയത്തിൽ 3 ദിവസങ്ങളിലായി നടന്നുവരുന്ന മുകുന്ദരാജ സാംസ്കാരിക ഉത്സവത്തിൽ 2ാം ദിവസമായ ഞായറാഴ്ച മുകുന്ദരാജ അനുസ്മരണം നടന്നു. വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് K അജിത് കുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഷീല മോഹൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MR അനൂപ് കിഷോർ, ജമീല ടീച്ചർ തുടങ്ങിയവർ പങ്കെടുത്തു. സുഖസായടന്മാര് അല്ലേ? അതെ ആട്ടാ, ഞാൻ നിങ്ങളെ എന്തിനാ വിളിപ്പിച്ചതെന്ന് മനസ്സിലായോ? ഇല്ല, എന്താന്ന് മനസ്സിലായില്ല. ഒരു കാര്യമുണ്ട്, ആ രാമനും സൈന്യങ്ങളും ലങ്കയുടെ ആ ബഹിർഭാഗത്ത് എത്തിയിട്ടുണ്ട് എന്നുള്ള കഥ നിങ്ങൾ കേട്ടുവോ? ചൊവ്വന്നൂർ സെന്റ് തോമസ് കത്തോലിക്ക ദേവാലയത്തിൽ വിശ്വാസ പരിശീലന ശതോത്തര സുവർണ ജൂബിലിയുടെ ഭാഗമായി പൂർവാധ്യാപക വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. തൃശൂർ അതിരൂപത ചാൻസലർ ഫാദർ ഡൊമിനിക് തലക്കോടൻ ഉദ്ഘാടനം ചെയ്തു. പള്ളി വികാരി ഫാദർ തോമസ് ചൂണ്ടൽ അധ്യക്ഷത വഹിച്ചു. സിസ്റ്റർ വെൺമ CSC, പ്രധാനാധ്യാപകൻ ജോസ് വെള്ളറ, ജനറൽ കൺവീനർ ജോഫി മണ്ടുമ്പാൽ, കൺവീനർ PV ജോജി, കൈക്കാരൻ CL ടാബു, പോൾസൺ മണ്ടുമ്പാൽ, ഡോക്ടർ ജോൺസൺ ആളൂർ, പോൾ മണ്ടുമ്പാൽ, ബീന ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മൊമന്റോ വിതരണവും കലാപരിപാടികളും അരങ്ങേറി. യുവമോർച്ച എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയും തൃശൂർ മലബാർ കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധന ജീവിതശൈലി രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. 100ഓളം പേർ പങ്കെടുത്ത ക്യാമ്പ് യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് സബീഷ് മരുതയൂർ ഉദ്ഘാടനം ചെയ്തു. യുവമോർച്ച എരുമപ്പെട്ടി മണ്ഡലം പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ അഭിലാഷ് കടങ്ങോട് അധ്യക്ഷത വഹിച്ചു. BJP കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ MV ധനീഷ്, BJP മണ്ഡലം കമ്മിറ്റി അംഗം ബിനു ഇടുകാട്ട്, വിനീഷ് ഉണ്ണികൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. 2 മാസത്തിനുള്ളിൽ 2ാമത്തെ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പാണ് സംഘടിപ്പിക്കുന്നത്. ലീഡർ K കരുണാകരന്റെ ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ അനുസ്മരണ യോഗവും പുഷ്പാർച്ചനയും നടത്തി. കുന്നംകുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന യോഗത്തിന് മണ്ഡലം പ്രസിഡന്റ് PI തോമസ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം വൈസ് പ്രസിഡന്റ് VV വിനോജ് സ്വാഗതവും DCC സെക്രട്ടറി K ബാബു മുഖ്യപ്രഭാഷണവും നടത്തി. DCC സെക്രട്ടറി CI ഇട്ടി മാത്യു, ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ്, KV ഗീവർ, ബിജു C ബേബി, CV ബേബി എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. മറ്റു നേതാക്കളും പങ്കെടുത്തു. ദളിത് കോൺഗ്രസ് കുന്നംകുളം ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടുപ്പന്തി സെന്ററിൽ നടന്ന അനുസ്മരണ യോഗം DCC സെക്രട്ടറി ബിജോയ് ബാബു ഉദ്ഘാടനം ചെയ്തു. CK അശോകൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നേതാക്കളായ അഡ്വക്കേറ്റ് CB രാജീവ്, KV ഗീവർ, CV ബേബി, ഷാജി അലിക്കൽ, ലീല ഉണ്ണികൃഷ്ണൻ, KS രാധാകൃഷ്ണൻ, CK ബാബു, രേഷ്മ സതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. K കരുണാകരൻ ഫൗണ്ടേഷൻ പുന്നയൂരിന്റെ നേതൃത്വത്തിൽ മന്ദലാംകുന്ന് സെന്ററിൽ നടത്തിയ അനുസ്മരണം ഫൗണ്ടേഷൻ UAE വൈസ് പ്രസിഡന്റ് ബിത്തേഷ് വലിയകത്തിന്റെ അധ്യക്ഷതയിൽ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി KK ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു. K കരുണാകരൻ ഫൗണ്ടേഷൻ ചെയർമാൻ മുസ്തഫ പണിക്കവീട്ടിൽ അനുസ്മരണ പ്രഭാഷണം നടത്തി. പുന്നയൂർ ഗ്രാമപഞ്ചായത്ത് അംഗം മുജീബ് അകലാട്, മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന നിർവാഹക സമിതി അംഗം ഷാജഹാൻ ഹാജിയാരകത്ത്, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഷർബനൂസ് പണിക്കവീട്ടിൽ, കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റുമാരായ KK അബർ, അഹമ്മദ് ഗദാഫി എന്നിവർ സംസാരിച്ചു. ചാവക്കാട് ഭൂപണയ ബാങ്ക് ഡയറക്ടർ യൂസുഫ് തണ്ണിത്തുറയ്ക്കൽ സ്വാഗതവും K കരുണാകരൻ ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് ഫഹദ് അകലാട് നന്ദിയും പറഞ്ഞു. പന്നിത്തടം INTUCയുടെ നേതൃത്വത്തിൽ നടത്തിയ യോഗത്തിന് INTUC പ്രസിഡന്റ് ഷറഫു പന്നിത്തടം അധ്യക്ഷത വഹിച്ചു. INTUC ജനറൽ സെക്രട്ടറി അക്ബർ അലി, ഭാരവാഹികളായ OS വാസുദേവൻ, സലാം വലിയകത്ത്, സിജോ MP, OK വിജയൻ, മോഹനൻ എന്നിവർ സംസാരിച്ചു. ചാവക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാവക്കാട് വസന്തം കോർണറിൽ നടന്ന അനുസ്മരണ സദസ്സിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KV യൂസഫ് അലി അധ്യക്ഷനായി. UDF ഗുരുവായൂർ നിയോജക മണ്ഡലം കൺവീനർ KV ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി AS മുഹമ്മദ് സറൂഖ് അനുസ്മരണ പ്രഭാഷണം നടത്തി. കോൺഗ്രസ് നേതാക്കളായ K നവാസ്, TH റഹീം, KV ലജാവുദ്ദീൻ, CK ബാലകൃഷ്ണൻ, ഷുക്കൂർ കോനാരത്ത്, സലാം കൊപ്പര, PK ഷക്കീർ തുടങ്ങിയവർ സംസാരിച്ചു. പോർക്കുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ PV വേണു സ്മാരക കോൺഗ്രസ് ഭവനിൽ നടത്തിയ ചടങ്ങിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് VV ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് KB തമ്പി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ KK മോഹൻ റോയ്, P പ്രവീൺകുമാർ, K ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് മെമ്പർ രേഖ ജയറാം, ബെന്നി, സുഗതൻ, റഷീദ്, ഷാജി, മുഹമ്മദ് തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. അക്കിക്കാവ് മേഖല കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അക്കിക്കാവ് സെന്ററിൽ നടത്തിയ ദിനാചരണം
ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് എൻ രാധാകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി പി പ്രവീൺകുമാർ, കെ രാമകൃഷ്ണൻ, വാർഡ് മെമ്പർ രേഖ ജയറാം, അഡ്വക്കേറ്റ് കെ രഞ്ജിത്ത്, പി എ രാമകൃഷ്ണൻ, എ എം നാസർ, ഉഷാകുമാരി, പോൾസൺ തുടങ്ങിയവർ സംസാരിച്ചു. ചാലുശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചാലുശ്ശേരി മെയിൻ റോഡ് സെന്ററിൽ നടന്ന അനുസ്മരണ സമ്മേളനം KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് PV ഉമ്മർ മൗലവി അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറി K ബാബു നാസർ അനുസ്മരണ പ്രഭാഷണം നടത്തി. മുതിർന്ന കോൺഗ്രസ് നേതാവ് PC ഗംഗാധരൻ, തൃത്താല നിയോജക മണ്ഡലം UDF ചെയർമാൻ TK സുനിൽകുമാർ, മഹിളാ കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് റുഖിയ ഹംസ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറിമാരായ ഗോപിനാഥ് പാലഞ്ചേരി, ഹുസൈൻ പുളിയഞ്ഞാലിൽ, ഹാഷിം അച്ചാരത്ത്, മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ പ്രദീപ് ചെറുവാശ്ശേരി, CV മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. കാട്ടകമ്പാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിറക്കൽ സെന്ററിൽ നടന്ന അനുസ്മരണ സമ്മേളനം മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം K ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MM അലി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MS മണികണ്ഠൻ, ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ സോണി സക്രിയ, ബിജു C ജോബ്, സാംസൺ പുലിക്കോട്ടിൽ, ബിജോയ് B ദോലത്ത്, സാംസൺ വാഴപ്പുള്ളി, KK ഇക്ബാൽ, സുബ്രു ഐനൂർ തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി അധ്യക്ഷനായി. KPCC സെക്രട്ടറി CC ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. മുൻ ബ്ലോക്ക് പ്രസിഡന്റ് AT സ്റ്റീഫൻ മാസ്റ്റർ, ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ MM ഷംസുദ്ദീൻ, റോബി ഫ്രാൻസിസ്, അപ്പുവാളൂർ, MA സുബൈർ, AD സാജു, ജോയ്, മണ്ഡലം പ്രസിഡന്റുമാരായ പ്രസാദ് വാഗ, ഷാജു തരകൻ എന്നിവർ സംസാരിച്ചു. മറ്റു ജനപ്രതിനിധികൾ നേതൃത്വം നൽകി. കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെയും കടങ്ങോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ പന്നിത്തടം സെന്ററിൽ നടന്ന അനുസ്മരണം കടവല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പലിന്റെ അധ്യക്ഷതയിൽ DCC ജനറൽ സെക്രട്ടറി VK രഘുസ്വാമി ഉദ്ഘാടനം ചെയ്തു. കടങ്ങോട് മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം, പ്രവാസി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി യാവുട്ടി ചെറുമനങ്ങാട്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ സജീവ് ചാത്തനാത്ത്, OS വാസുദേവൻ, MK ജോസ്, K വിശ്വംഭരൻ, ജോസ് OA, PK രാമകൃഷ്ണൻ, സലാം വലിയകത്ത് തുടങ്ങിയവർ സംസാരിച്ചു. പുന്നയൂർക്കുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നത്തൂരിലെ മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നടന്ന പരിപാടി P ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് PP ബാബു അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി AM അലാവുദ്ദീൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. മുഹമ്മദ് ഉണ്ണി, P രാജൻ, സലീൽ അറക്കൽ, KP ധർമ്മൻ, രാംദാസ്, മൊയ്തുണ്ണി ചാലിൽ, ഷെരീഫ്, സക്രിയ തുടങ്ങിയ നേതാക്കൾ സംബന്ധിച്ചു. പുന്നയൂർ പഞ്ചായത്ത് 17-ാം വാർഡ് അകലാട് അഞ്ചാങ്കല്ലിൽ ഇടതുപക്ഷം വിട്ട് കോൺഗ്രസിൽ ചേർന്ന 3 പേരെ KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം ഷോൾ അണിയിച്ച് സ്വീകരിച്ചു. തുടർന്ന് ഹാരാർപ്പണം നടത്തി. DCC മുൻ പ്രസിഡന്റ് O അബ്ദുറഹ്മാൻ കുട്ടി, AM അലാവുദ്ദീൻ, MV ഹൈദരാലി, ഉമ്മർ മുഖണ്ടത്ത്, മുനാഷ് മച്ചിങ്ങൽ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി ക്രിസ്മസ് വിശേഷം. രുചി വൈവിധ്യങ്ങളുടെ കേക്കുകളാണ് ക്രിസ്മസ് ആഘോഷങ്ങളിലെ താരം. ഹോംമെയ്ഡ് കേക്ക് ഉണ്ടാക്കി വീട്ടമ്മമാരും കേക്ക് വിപണിയിൽ സജീവമാണ്. ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത വിഭവമാണ് കേക്ക്. വിവിധ ഫ്ലേവറുകളിലുള്ള പ്ലം കേക്കുകളും ക്രീം കേക്കുകളും വിപണിയിൽ സജീവമാണ്. അതോടൊപ്പം ഹോംമെയ്ഡ് കേക്കുകൾക്കും ആവശ്യക്കാർ ഏറെയാണ്. പല വലിപ്പത്തിലും നിറത്തിലും വിലയിലുമുള്ള കേക്കുകൾ വിപണിയിലുണ്ട്. അതോടൊപ്പം ഹോംമെയ്ഡ് കേക്കുകൾ തേടിയും ആളുകൾ എത്തുന്നുണ്ട്. കഴിഞ്ഞ 5 വർഷമായി കേക്ക് നിർമ്മാണ രംഗത്ത് സജീവമാണ് അരിയന്നൂർ മേസ്തിരി വീട്ടിൽ ഫർസാന. ക്രിസ്തുമസ് ആയാൽ ഫർസാനയ്ക്ക് തിരക്കോട് തിരക്കാണ്. ബേക്കറികളിലേക്കും ക്രിസ്മസ് ആഘോഷങ്ങളിലേക്കുമുള്ള ഓർഡറുകൾ ലഭിച്ചു തുടങ്ങി. പുഡിംഗ് കേക്ക്, പ്ലം കേക്ക് എന്നിവയ്ക്ക് പുറമെ ഫ്രഷ് കേക്കുകളായ ബ്ലാക്ക് ഫോറസ്റ്റ്, സ്പാനിഷ് ഡിലൈറ്റ്, നട്ടി ബബിൾ, ബാൻജോ, ടെൻഡർ കോക്കനട്ട് തുടങ്ങി വിവിധ വെറൈറ്റി രുചികളാണ് ഫർസാനയുടെ മേക്കിങ്ങിലുള്ളത്. 550 രൂപ മുതൽ 1500 രൂപ വരെയാണ് വില. തിരക്ക് കൂടുന്ന സമയത്ത് ഒരു ദിവസം 30 കേക്ക് വരെ ഫർസാന ഉണ്ടാക്കി നൽകാറുണ്ട്. സഹായത്തിനായി ഉമ്മ ബീവാത്തുവും കൂട്ടുണ്ടാകും. രുചിയിലും ഗുണത്തിലും വിട്ടുവീഴ്ചയില്ലാതെയാണ് ഫർസാനയുടെ കേക്ക് നിർമ്മാണം. മിക്സ് ഉപയോഗിക്കാതെ നാച്ചുറലായാണ് കേക്ക് നിർമ്മാണം. നിറം ലഭിക്കാൻ വേണ്ടി കളറുകളും ചേർക്കാറില്ല.
നമ്മൾ മൈദ അരിച്ചിട്ട് തന്നെയാണ് ഇപ്പോഴും ആ ഒരു സിസ്റ്റം തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ മാർക്കറ്റിൽ പല മിക്സുകളും നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ നമ്മളതൊന്നും യൂസ് ചെയ്യാണ്ട് മാക്സിമം കളറോ ഹെൽത്തി ആയിട്ടുള്ളതിന്, ഹെൽത്തി എന്ന് പറയാൻ പറ്റില്ല, മൈദയാണ് യൂസ് ചെയ്യുന്നത്. എന്നാലും അതിൽ കൂടുതൽ കെമിക്കൽ യൂസ് ചെയ്യാണ്ട് നമ്മൾ ബേക്കറിയിൽ നിന്നൊന്നും കിട്ടുന്നതായിട്ടും ഇത്തിരി കൂടിയും ബെറ്റർ ആയിട്ടാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. സ്പെഷ്യൽ ഐറ്റമായ ബ്രൗണി കേക്കിനും ആവശ്യക്കാർ ഏറെയാണ്. ചെന്നൈയിൽ നിന്ന് വരെ ബ്രൗണി കേക്കിന് ഓർഡർ ലഭിക്കാറുണ്ടെന്ന് ഫർസാന പറയുന്നു. സോഷ്യൽ മീഡിയയിലൂടെയും വിൽപ്പന തകൃതിയായി നടക്കുന്നുണ്ട്. നമുക്ക് ചോക്ലേറ്റ് പിന്നെ കസ്റ്റമൈസ്ഡ് ആണ്. ഇപ്പോൾ എല്ലാവർക്കും കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു രീതി, അവർക്ക് പേപ്പർ കട്ടിങ്ങോ ടോയോ ഏതാണോ കുട്ടികൾ പറയണത്, അവരുടെ കാർട്ടൂണുകൾ എങ്ങനെയാണോ അതിനനുസരിച്ചാണ് ഇപ്പോൾ തീം കേക്ക്സ് ആണ് ഏറ്റവും അധികം പോകണത്. ഇപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് അല്ലാണ്ട് നോർമൽ പോകണമെന്ന് മാത്രം. വിദേശത്തുള്ള ഭർത്താവും 2 കുഞ്ഞുങ്ങളും ഉമ്മയും അടങ്ങുന്നതാണ് ഫർസാനയുടെ കുടുംബം. CCTV ന്യൂസ്, കേച്ചി. നാടെങ്ങും ക്രിസ്മസിനായി ഒരുങ്ങിക്കഴിഞ്ഞു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ദേവാലയങ്ങൾ കേന്ദ്രീകരിച്ചും ക്രിസ്മസ് ആഘോഷങ്ങൾ നടന്നു. വിശദാംശങ്ങളിലേക്ക്. AD 52 മാർത്തോമാ ശ്ലീഹായാൽ സ്ഥാപിതമായ ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ ഗ്ലോറിയ 2024 എന്ന പേരിൽ ക്രിസ്മസ് നൈറ്റ് നടത്തി. ഡിസംബർ 22 ഞായറാഴ്ച വൈകിട്ട് പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്നാസിയോസ് 1 സ്മാരക ധ്യാന മന്ദിരത്തിൽ വെച്ച് നടത്തിയ ക്രിസ്മസ് നൈറ്റിൽ വികാരി ഫാദർ VM ശാമുവേൽ ക്രിസ്മസ് സന്ദേശം നൽകി. പള്ളിയിലെ വിവിധ ആത്മീയ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. തുടർന്ന് അത്താഴ ഊട്ടും നടത്തി. വികാരി ഫാദർ VM ശാമുവേൽ, സഹവികാരി ഫാദർ ജോസഫ് ജോർജ്, കൈക്കാരൻ PV ഷാജു, സെക്രട്ടറി ബിനു CK, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം പ്രസ് ക്ലബ്ബിൽ ക്രിസ്മസ് പുതുവത്സരാഘോഷവും വിരമിച്ച ജനയുഗം ലേഖകൻ KA വാസു മാസ്റ്റർക്ക് യാത്രയയപ്പും സംഘടിപ്പിച്ചു. പ്രസ് ക്ലബ്ബ് ഹാളിൽ നടന്ന പരിപാടി സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാവും ഓർത്തഡോക്സ് സഭയിലെ വൈദികനുമായ ഫാദർ വർഗീസ് ലാൽ ഉദ്ഘാടനം ചെയ്തു. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ജോസ് മാളിയേക്കൽ അധ്യക്ഷനായി. ബദനി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC ക്രിസ്മസ് സന്ദേശം നൽകി. തുടർന്ന് കേക്ക് മുറിച്ച് മധുരം പങ്കുവച്ചു. ബദനി മാനേജ്മെന്റ് പ്രസ് ക്ലബ്ബ് അംഗങ്ങൾക്ക് കേക്ക് വിതരണം ചെയ്തു. മാധ്യമപ്രവർത്തനത്തിൽ പതിറ്റാണ്ടിലേറെയായി പ്രവർത്തിച്ചു വന്നിരുന്ന ജനയുഗം ലേഖകൻ KA വാസു മാസ്റ്റർക്ക് ചടങ്ങിൽ യാത്രയയപ്പ് നൽകി. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ജോസ് മാളിയേക്കൽ വാസു മാസ്റ്ററെ പൊന്നാട അണിയിച്ച് ഉപഹാരം സമ്മാനിച്ചു. മുൻ ഭാരവാഹികളായ CF ബെന്നി, C ഗിരീഷ് കുമാർ, മഹേഷ് തിരുത്തിക്കാട്, ജയപ്രകാശ് ഇലവന്ത്ര, രവീന്ദ്രനാഥ് കൂനത്ത് എന്നിവർ സംസാരിച്ചു. വാസു മാസ്റ്റർ മറുപടി പ്രസംഗം നടത്തി. പ്രസ് ക്ലബ്ബ് സെക്രട്ടറി MM അജ്മൽ സ്വാഗതവും ട്രഷറർ മുകേഷ് കൊങ്ങണൂർ നന്ദിയും പറഞ്ഞു. കുന്നംകുളം YWCAയിൽ നടന്ന ആഘോഷത്തിന് പ്രസിഡന്റ് പ്രിയാജിനി അധ്യക്ഷത വഹിച്ചു. അന്നമ്മ ബെന്നി ക്രിസ്തുമസ് സന്ദേശം നൽകി. കരോൾ ഗാനാലാപനവും കേക്ക് മധുരപലഹാര വിതരണവും നടന്നു. സെക്രട്ടറി സുനിത AC, ട്രഷറർ ജബീന തുടങ്ങിയവർ പങ്കെടുത്തു. ഒരുമനയൂർ കുടുംബശ്രീ CDS ക്രിസ്തുമസ് വിപണന മേളയ്ക്ക് തുടക്കമായി. 23, 24, 25 തീയതികളിലായി നടത്തുന്ന ക്രിസ്തുമസ് വിപണിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ് നിർവഹിച്ചു. CDS ചെയർപേഴ്സൺ സുലൈഖ ഖാദർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് KV കബീർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV രവീന്ദ്രൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫിലോമിന ടീച്ചർ, വാർഡ് മെമ്പർ സിന്ധു, മെമ്പർ സെക്രട്ടറി ജെറുസൺ എന്നിവർ സംസാരിച്ചു. CDS മെമ്പർമാർ, അക്കൗണ്ടന്റ്, സംരംഭകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. വൈസ് ചെയർപേഴ്സൺ നികിത നന്ദി പറഞ്ഞു. അഞ്ഞൂർ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് കത്തോലിക്ക പള്ളിയിൽ വിവിധ സംഘടനകളുടെയും പ്രതിനിധിയോഗ അംഗങ്ങളുടെയും ആഭിമുഖ്യത്തിൽ ബോണ്ണത്തലെ ക്രിസ്മസ് കരോൾ നടത്തി. വികാരി ഫാദർ ഷോൺസൺ ആക്കമറ്റത്തിൽ, കൈക്കാരന്മാരായ ജിൻജോ ചുങ്കത്ത്, ബൈജു വാഴപ്പള്ളി, ജോജോ വടക്കൻ, സെക്രട്ടറി വിനോജ് എന്നിവർ നേതൃത്വം നൽകി. വൈലത്തൂർ ഈസ്റ്റ് ALP സ്കൂളിലെ ക്രിസ്തുമസ് ആഘോഷത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച തിരുപ്പിറവി സ്കിറ്റ് ശ്രദ്ധേയമായി. ഹെഡ്മാസ്റ്റർ ജിയോ ജോർജ് V ക്രിസ്തുമസ് സന്ദേശം നൽകി. കരോൾ ഗാനാലാപനം, കരോൾ ഡാൻസ്, പ്രസംഗം, സ്കിറ്റ് തുടങ്ങി വിവിധ പരിപാടികൾ അവതരിപ്പിച്ചു. കേക്ക് വിതരണവും പ്രത്യേക വിരുന്നും ഒരുക്കിയിരുന്നു. ഉത്തരപ്പെട്ടിയിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ആഘോഷങ്ങൾക്ക് അധ്യാപകരായ വിൻസി ജോസ്, V ഫ്ലെമി, C പ്രസാദ്, N ജോളി ജോസ്, AACC, CG മിനി എന്നിവർ നേതൃത്വം നൽകി. വെള്ളാർക്കാട് സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിന്റെ നേതൃത്വത്തിൽ തേജസ് എഞ്ചിനീയറിംഗ് കോളേജിന് മുന്നിൽ നിന്ന് ആരംഭിച്ച നത്താലെ ഘോഷയാത്ര ഇടവക യൂണിറ്റ് അതിർത്തികളിൽ നിന്ന് സ്വീകരണം ഏറ്റുവാങ്ങി പന്നിത്തടം സെന്ററിൽ സമാപിച്ചു. ഇടവക വികാരി നവീൻ മുരിങ്ങാത്തേരി ഉദ്ഘാടനം ചെയ്തു. കൺവീനർ ലിജോ ജോസഫ്, കൈക്കാരന്മാരായ MJ ജെമി, NC ലേവി, ലൈജു പുലിക്കോട്ടിൽ, PP ജോസ് എന്നിവർ നേതൃത്വം നൽകി. വിധവാക്ഷേമ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്നേഹസംഗമം 2024-25 എന്ന പേരിൽ കുന്നംകുളം ബദനി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങ് തൃശൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ താജ് പോൾ പനക്കൽ ഉദ്ഘാടനം ചെയ്തു. വിധവാക്ഷേമ സംഘം ജില്ലാ സെക്രട്ടറി ശോഭന കുന്നത്ത് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന രക്ഷാധികാരി MD രാജീവ്, അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ, സാമൂഹ്യ പ്രവർത്തകൻ സുനിൽകുമാർ,
KV പ്രകാശൻ എന്നിവർ സംസാരിച്ചു. വിശ്വനാഥൻ ചുള്ളിയിൽ, സത്യഭാമ വിശ്വനാഥൻ എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. പ്രസിഡന്റ് ജാനകി സുധൻ സ്വാഗതവും അൽഫോൺസ നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ 100ഓളം പേർക്ക് കേക്ക് വിതരണം ചെയ്തു. പാറന്നൂർ സെന്റ് ജോസഫ് ദേവാലയത്തിലെ ക്രിസ്മസിനോടനുബന്ധിച്ച് മാനവർക്കായി യേശു ഭൂജാതനായി എന്ന സന്ദേശം ഉൾക്കൊണ്ട് ക്രിസ്മസ് കരോൾ സംഘടിപ്പിച്ചു. ഇടവകയുടെ വിവിധ ഭാഗങ്ങളിൽ പാപ്പമാരുടെ ഫ്ലാഷ് മോബും നിശ്ചല ദൃശ്യങ്ങളുമുണ്ടായി. ഇടവകയിലെ വിവിധ വഴിയിലൂടെ സഞ്ചരിച്ച് ദേവാലയത്തിൽ സമാപിച്ചു. വികാരി ഫാദർ മനോജ് താണിക്കൽ, കൈക്കാരന്മാരായ ജിൻഡോ ജോസ്, VT ബാബു, കൺവീനർ പ്രേംജി പോൾ എന്നിവർ നേതൃത്വം നൽകി. കൂനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഇടവകയിൽ ബോൺനത്താലെ സംഘടിപ്പിച്ചു. ദേവാലയത്തിലെ കേരള ലേബർ മൂവ്മെന്റ് സംഘടനയുടെ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ഇടവക തലത്തിൽ ബോൺനത്താലെ നടത്തിയത്. കൂനമുച്ചി സെന്റ് തോമസ് UP സ്കൂളിൽ നിന്ന് ആരംഭിച്ച റാലി ദേവാലയത്തിലെത്തി സമാപിച്ചു. സ്കൂൾ മുതൽ ദേവാലയം വരെയുള്ള ദൂരം കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവർ വരെ സംഗീതത്തിനനുസരിച്ച് ചുവടുകൾ വെച്ചാണ് നീങ്ങിയത്. ഇടവക വികാരി ഡോക്ടർ ഫാദർ ജോൺ ചെറുവത്തൂർ ബോൺനത്താലെ ഫ്ളാഗ് ഓഫ് ചെയ്തു. നിരവധി ക്രിസ്തുമസ് പാപ്പമാരും ഇടവക ജനങ്ങളും പങ്കാളികളായി. സമാപന ചടങ്ങിൽ ഡീപോൾ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ വിൻസെന്റ് ചിറക്കമണവാളൻ സന്ദേശം നൽകി. കൺവീനർ PA കുര്യാക്കോസ്, കേരളം സംഘടന ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. പോർക്കുളം ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി 2023-24 പ്രകാരം ഭിന്നശേഷി കലോത്സവവും ക്രിസ്തുമസ് ആഘോഷവും പോർക്കുളം കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്നു. ഭിന്നശേഷിക്കാരുടെ വിവിധ കലാപരിപാടികൾക്ക് CDS സൂപ്പർവൈസർ അനിതയുടെയും അംഗനവാടി ടീച്ചർമാരുടെയും നേതൃത്വത്തിൽ അരങ്ങേറി. പോർക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിഷ ശശിയുടെ അധ്യക്ഷതയിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ ബ്ലോക്ക് മെമ്പർ സിന്ധു ബാലൻ മുഖ്യാതിഥിയായി. സ്ഥിരം സമിതി അധ്യക്ഷരായ അഖില മുകേഷ്, ജ്യോതിഷ് PJ, വാർഡ് മെമ്പർമാരായ രജനി പ്രേമൻ, വിജിത പ്രജി, രേഖ ജയരാമൻ, നിമിഷ വിഗീഷ്, സുധന്യ സുനിൽകുമാർ, സെക്രട്ടറി ലിൻസ് ഡേവിഡ് എന്നിവർ സംസാരിച്ചു. പഞ്ചായത്തിന്റെ ഇത്തവണത്തെ ക്രിസ്തുമസ് ആഘോഷം ഉദ്യോഗസ്ഥരും ഭരണസമിതിയും ചേർന്ന് വിപുലമായി ആഘോഷിച്ചു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിക്ക് കീഴിലുള്ള എറണാകുളം സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് കുടുംബ യൂണിറ്റ് യൂത്ത് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കരോൾ ആഘോഷിച്ചു. ചാലിശ്ശേരിയിൽ നിന്ന് കച്ചവടവുമായി എറണാകുളത്തെത്തിയ 28ഓളം കുടുംബങ്ങൾ ചേർന്നാണ് ആഘോഷം നടത്തിയത്. കുടുംബ യൂണിറ്റ് യൂത്ത് അസോസിയേഷന്റെ നേതൃത്വത്തിൽ 2 ദിവസങ്ങളിലായി എറണാകുളം, വടുതല, കണ്ടനാട്, അയ്യപ്പൻകാവ്, കാക്കനാട്, ഇടപ്പള്ളി, കളമശ്ശേരി തുടങ്ങിയ സ്ഥലങ്ങളിലെ അംഗങ്ങളുടെ വീടുകളിലെത്തി ക്രിസ്തുമസ് ഗാനങ്ങൾ ആലപിച്ചു. മധുര വിതരണവും നടത്തി. കരോൾ സമാപനം വൈസ് പ്രസിഡന്റ് PK ജിജു കേക്ക് മുറിച്ച് ആഘോഷിച്ചു. സ്നേഹവിരുന്നും ഉണ്ടായി. പരിപാടികൾക്ക് വൈസ് പ്രസിഡന്റ് PK ജിജു പുലിക്കോട്ടിൽ, സെക്രട്ടറി PK ശാമു, ജോയിന്റ് സെക്രട്ടറി CV ബാബു, ട്രഷറർ AI ഡേവിസ്, എക്സിക്യൂട്ടീവ് അംഗം KP സജി, യൂത്ത് അസോസിയേഷൻ ഭാരവാഹികളും നേതൃത്വം നൽകി. വയലത്തൂർ സെന്റ് ഫ്രാൻസിസ് UP സ്കൂളിൽ നക്ഷത്രം, ആശംസാകാർഡ്, ക്രിസ്മസ് ട്രീ എന്നിവയുടെ നിർമ്മാണ മത്സരങ്ങൾ, കരോൾ ഗാന മത്സരം എന്നിവ നടത്തി. വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകി. ക്രിസ്തുമസ് കേക്ക് വിതരണവും ഗിഫ്റ്റ് കൈമാറ്റവും നടന്നു. പ്രധാനാധ്യാപകൻ ഫ്രാൻസിസ് മാസ്റ്റർ, PTA പ്രസിഡന്റ് സുനിൽ വയലത്തൂർ, അധ്യാപകർ എന്നിവർ നേതൃത്വം നൽകി. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സുഹറോദ് യെൽദോ തിരുജനനത്തിന്റെ പ്രകാശം കരോൾ റോഡ് ഷോ ഗ്രാമത്തിന് പുതിയ കാഴ്ചയും ചരിത്രവുമായി. ഞായറാഴ്ച വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം പള്ളിയിൽ നിന്നാരംഭിച്ച റോഡ് ഷോയിൽ DJ ലൈറ്റിന്റെ ദീപപ്രഭയിൽ പാപ്പ സംഘങ്ങൾ റാലിയിൽ അണിനിരന്നു. LED മുത്തുക്കുടകൾ, സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബ്, സൈക്കിൾ സവാരി ചെയ്യുന്ന പാപ്പമാർ, ഇരുചക്രവാഹനത്തിൽ സാന്താക്രോസ്, ചുവപ്പ് വെള്ള നിറത്തിലുള്ള ഹൈഡ്രജൻ ബലൂൺ, ക്രിസ്മസ് വസ്ത്രമണിഞ്ഞ് 100ലധികം യൂത്ത് അസോസിയേഷൻ അംഗങ്ങൾ, 100ഓളം സാന്താക്ലോസ് ക്രിസ്മസ് തൊപ്പികൾ അണിഞ്ഞും ബലൂണുകൾ ഉയർത്തിയും വിശ്വാസികൾ എന്നിവരും റോഡ് ഷോയിൽ അണിനിരന്നു. യൂത്ത് അസോസിയേഷന്റെ നേതൃത്വത്തിലുള്ള തമ്പോർവാദ്യവും ബാൻഡ് സെറ്റും റോഡ് ഷോയെ പെരുന്നാൾ ആവേശത്തിന് സമാനമാക്കി. യൂത്ത് അസോസിയേഷൻ പ്രവർത്തകർ പള്ളിയിലൊരുക്കിയ വൈദ്യുതി ദീപാലങ്കാരത്തോടെയുള്ള ക്രിസ്മസ് ട്രീയുടെ സ്വിച്ച് ഓൺ കർമ്മം വികാരി നിർവഹിച്ചു. പള്ളിയുടെ ചരിത്രത്തിൽ ആദ്യമായി നടത്തിയ റോഡ് ഷോയിൽ 11ഓളം കുടുംബ യൂണിറ്റിൽ നിന്നായി 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. പള്ളിയിലെത്തിയപ്പോൾ ക്രിസ്മസ് സന്ദേശവും യൂത്ത് അസോസിയേഷൻ ഒരുക്കിയ ക്രിസ്മസ് സമ്മാന വിതരണവും നടത്തി. കരോൾ പോസ്റ്റർ മൊബൈലിൽ സ്റ്റാറ്റസ് ഇട്ട് 1190 വ്യൂസ് ലഭിച്ച രഞ്ജിത്ത് രാജന് 1ാം സ്ഥാനം ലഭിച്ചു. സ്നേഹവിരുന്നും ഉണ്ടായി. ക്രിസ്മസ് ഷോ കാണുവാൻ നാനാജാതി മതസ്ഥരായ ജനങ്ങൾ അങ്ങാടിയിലെത്തി. ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നേൽ, ട്രസ്റ്റി CU ശരമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള മാനേജിംഗ് കമ്മിറ്റി, ഭക്തസംഘടനാ ഭാരവാഹികൾ, യൂണിറ്റ് ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. മാനവ സൗഹാർദ്ദ സന്ദേശവുമായി പുത്തൻകുളത്തെത്തിയ ക്രിസ്മസ് കരോളിന് വൻ വരവേൽപ്പ് നൽകി നാട്ടുകാർ.
കുന്നംകുളത്തെ മാർ ജോസഫ് കാൾഡിയൻ സിറിയൻ ചർച്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുത്തൻകുളത്തെ മംഗലത്ത് തോമസ് എം കുര്യന്റെ വീട്ടിലായിരുന്നു സ്വീകരണം ഒരുക്കിയത്. ഇടവക വികാരി റിനോജ് ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. വാദ്യമേളങ്ങളുടെ മേളവിസ്മയവും പ്രദേശവാസികൾ ആഘോഷമാക്കി. ചുമലിലെ സഞ്ചിയിൽ നിറയെ സമ്മാനങ്ങളുമായി സാന്താക്ലോസും സംഘത്തെ അനുഗമിച്ചു. വൈകുന്നേരത്തോടെയാണ് കരോൾ സംഘം വീടുകൾ സന്ദർശിക്കുന്നത്. ഇതോടനുബന്ധിച്ച് വിശ്വാസികളുടെ വീടുകളിൽ നക്ഷത്ര വിളക്കുകളും പുൽക്കൂടുകളും ഒരുക്കി. സന്ദർശനം നടത്തിയ തോമസിന്റെ വീട്ടിൽ ആശിഷ്, ആഷ്ലി എന്നിവർ സ്നേഹവിരുന്നും ഒരുക്കിയിരുന്നു. കൈക്കാരൻ റോസ് കുര്യൻ എം, പാരിഷ് കൗൺസിൽ അംഗം ജോൺ തോമസ്, കരോൾ കൺവീനർ വിപിൻ ഫ്രാൻസിസ്, വുമൺസ് അസോസിയേഷൻ സെക്രട്ടറി റിൻസി റോസ്, സൺഡേ സ്കൂൾ പ്രധാന അധ്യാപിക ജിസ മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു. മറ്റു വാർത്തകളിലേക്ക്. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മാറഞ്ചേരി ഡിവിഷൻ പരിധിയിലെ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാലയങ്ങളിലെ വ്യത്യസ്തയിടങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന NSS ക്യാമ്പുകളിലേക്ക് ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ AK സുബൈറിന്റെ നേതൃത്വത്തിൽ കിഴങ്ങുവണ്ടിയെത്തി. അധ്യാപക സംഘടനാ മുൻ സംസ്ഥാന പ്രസിഡന്റ് PK കൃഷ്ണദാസ് മാസ്റ്റർ കപ്പവണ്ടി ഫ്ളാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു. ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ വർത്തമാന കാലഘട്ടത്തിൽ അതിന് തികച്ചും വിപരീതമായി പോഷക ഗുണങ്ങളുള്ള കിഴങ്ങുകളുടെ ഒരു പരിചയപ്പെടുത്തൽ കൂടി പുതിയ തലമുറക്കുണ്ടാക്കുക എന്നതാണ് ഇത്തരമൊരു പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പരിപാടി ഔപചാരികമായി ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് ഏറെ ബഹുമാന്യനായ പൊതുരംഗത്തും പ്രത്യേകിച്ച് റിട്ടയർഡ് അധ്യാപകനും ഞങ്ങൾക്കൊക്കെ ഏറെ ബഹുമാന്യനായ കൃഷ്ണദാസ് മാസ്റ്റർ അവർകളാണ് ഈ ചടങ്ങിന് തുടക്കം കുറിക്കുന്നത്. ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവരെയും നിറഞ്ഞ മനസ്സോടുകൂടി ആത്മാർത്ഥമായി ഹൃദയത്തോട്. ഇരുവൃക്കകളും തകരാറിലായി ഡയാലിസിസിന് വിധേയമായി കൊണ്ടിരിക്കുന്ന തിരുവത്ര സ്വദേശി തേർളി പീതാംബരന്റെ ഭാര്യ സന്ധ്യ പീതാംബരന് ചികിത്സാ ഫണ്ടിലേക്ക് സാരഥി അയോധ്യ നഗർ പ്രവാസി കൂട്ടായ്മ സഹായം നൽകി. അയോധ്യ സാംസ്കാരിക നിലയത്തിൽ വെച്ച് കാഞ്ഞിരപ്പറമ്പിൽ വത്സലന്റെ നേതൃത്വത്തിലാണ് തുക കൈമാറിയത്. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് തല കേരളോത്സവത്തിൽ ക്രിക്കറ്റിൽ ചാമ്പ്യന്മാരായ ചൊവ്വന്നൂർ പഞ്ചായത്ത് ക്രിക്കറ്റ് ടീം അംഗങ്ങളെ 4 സ്റ്റാർ ക്ലബ് പഴുന്നാന അനുമോദിച്ചു. ഭാരവാഹികളായ സ്റ്റാലിൻ, സ്റ്റൈൻ എന്നിവർ നേതൃത്വം നൽകി. ചടങ്ങിൽ ചൊവ്വന്നൂർ പഞ്ചായത്ത് അംഗം ബിബിൻ, ചെമ്മന്തിട്ട യുണൈറ്റഡ് ക്ലബ് ഭാരവാഹികളായ നിമേഷ്, റഫീഖ് പഴുന്നാന എന്നിവർ സംബന്ധിച്ചു. ജില്ലാതല മത്സരത്തിൽ പങ്കെടുക്കുന്ന ടീമിന് 4 സ്റ്റാർ ഭാരവാഹികൾ വിജയാശംസകൾ നേർന്നു. ഓൾ കേരള തയ്യൽ തൊഴിലാളി യൂണിയൻ എരുമപ്പെട്ടി യൂണിറ്റ് വാർഷിക പൊതുയോഗവും തിരിച്ചറിയൽ കാർഡ്, പാസ്ബുക്ക് വിതരണവും സംഘടിപ്പിച്ചു. തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് സംസ്ഥാന പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് സഫീന അസീസ് അധ്യക്ഷയായി. എരുമപ്പെട്ടി, നെല്ലുവായി, മങ്ങാട് എന്നിവിടങ്ങളിൽ പുതിയ യൂണിറ്റുകൾ രൂപീകരിച്ച് ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. ഗ്ലിറ്റി ആൻഡോ, സാലി സൈമൺ, ട്രീസ, ടോംസി, സുബൈദ, രാജീവ്, ഷാജിദ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ക്രിസ്തുമസ് ആഘോഷവും നടന്നു. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ വടക്കേക്കാട് CPI ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ സന്ദർശനം നടത്തി. തുടർന്ന് തന്റെ സുഹൃത്തും CPI പ്രാദേശിക നേതാവുമായ KV ജിതേഷിന്റെ വസതിയിലും ചിറ്റയം ഗോപകുമാർ എത്തി. സൗഹൃദ സന്ദർശനത്തിന്റെ ഭാഗമായാണ് കോഴിക്കോടെയുള്ള യാത്രാമധ്യേ ഇരു സ്ഥലങ്ങളിലും അദ്ദേഹം എത്തിയത്. പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗം MC മനോജ്, അസിസ്റ്റന്റ് സെക്രട്ടറി ഭാസ്കരൻ, സുധീഷ് അമരായിൽ, ബിജു കണ്ടംപുള്ളി, ബൈജു, പ്രേംരാജ്, ശ്യാം തയ്യിൽ, വിജേഷ്, ജഗന്നാഥ് തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു. വെള്ളർക്കാട് സർവീസ് സഹകരണ ബാങ്ക് വാർഷിക പൊതുയോഗം നടത്തി. സഹകരണ സംഘം പ്രസിഡന്റ് CM അബ്ദുൾ നാസർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ, ചൊവ്വന്നൂർ ബ്ലോക്ക് മെമ്പർ KK മണി, കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ, ബോർഡ് മെമ്പർമാരായ V പരമേശ്വരൻ, ഷമീറ അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു. സഹകരണ സംഘം മുൻ പ്രസിഡന്റുമാരായ T അരവിന്ദാക്ഷൻ, ജാനകി പത്മജൻ, KM നൌഷാദ്, ശങ്കരനാരായണൻ, ഷീജ വേണുഗോപാൽ, ബാങ്ക് സെക്രട്ടറി PS പ്രസാദ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങളും നടന്നു. നിലമ്പൂർ പ്രകൃതി പഠന കേന്ദ്രത്തിന്റെ കീഴിൽ കേരള പഠനയാത്രയുടെ ഭാഗമായി ദ്വിദിന പ്രകൃതി സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു. പുനേർകുളം പുഞ്ച പാർക്കിൽ വെച്ചാണ് പ്രകൃതി സൗഹൃദ സംഗമം നടത്തിയത്. ജയപ്രകാശ് നിലമ്പൂരായിരുന്നു ക്യാമ്പ് ഡയറക്ടർ. CP സേതുവിന്റെ പക്ഷി നിരീക്ഷണത്തെക്കുറിച്ചുള്ള പഠന ക്ലാസ്സിൽ ദേശാടന പക്ഷികളെക്കുറിച്ചും തദ്ദേശീയ പക്ഷികളെക്കുറിച്ചും വിശദമായി സംസാരിച്ചു. കടലോര യാത്രാ സെഷനിൽ മന്നലാംകുന്ന്, പാപ്പാളി കടപ്പുറങ്ങൾ സന്ദർശിച്ചു. കടലാമ മുട്ടകൾ ശേഖരിച്ച് പരിരക്ഷിക്കുന്ന പ്രദേശവാസികളായ ക്യാമ്പ് അംഗങ്ങൾ സംവദിച്ചു. കടലാമ മുട്ടകൾ സംരക്ഷിക്കുന്ന പ്രവർത്തകരായ ഗഫൂർ മാലിക്കുളം, അബ്ദുൾ സലാം പാപ്പാളി, കടലോരത്തിന്റെ തബലിസ്റ്റും പാട്ടുകാരനുമായ ഹുസൈൻ പാപ്പാളി എന്നിവരെ ആദരിച്ച് കേരള ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഉപഹാരങ്ങൾ നൽകി. കനോലി കനാലിന്റെ തീരത്ത് നടക്കുന്ന കയ്യേറ്റങ്ങൾക്കെതിരെയും മാലിന്യം തള്ളുന്നതിനെതിരെയും പരിസ്ഥിതി പ്രവർത്തകർ ശക്തമായി പ്രതിഷേധിച്ചു.
വിപണി. കുട്ടികളുടെ വസ്ത്രനിർമ്മാണ രംഗത്ത് 21 വർഷത്തെ സേവന പാരമ്പര്യമുള്ള പോപ്പീസ് ബേബി കെയറിന്റെ 82ാമത് എക്സ്ക്ലൂസീവ് ഔട്ട്ലെറ്റ് ചാവക്കാട് പ്രവർത്തനമാണ്. പാർലമെന്റിൽ ഡോക്ടർ ബി.ആർ. അംബേദ്കറെ അപമാനിച്ച അമിത് ഷാ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരുമ്പിലാവ് ജംഗ്ഷനിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. പാർട്ടി മണ്ഡലം പ്രസിഡന്റ് പി.എ. ബദറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ. അനീസ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി എം.എ. കമറുദ്ദീൻ, എം.എൻ. സലാഹുദ്ദീൻ, നാസർ വില്ലന്നൂർ, പി.എസ്. ഷംസുദ്ദീൻ എന്നിവർ സംസാരിച്ചു. ചെറായി കോച്ചമ്പാടി ശ്രീ സുബ്രഹ്മണ്യ ഭഗവതി ക്ഷേത്രത്തിൽ 61ാമത് അയ്യപ്പൻ വിളക്കും അന്നദാനവും നടത്തി. മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് പാലക്കും എഴുന്നള്ളിച്ചു. തുടർന്ന് വട്ടംപറമ്പിൽ രാജു പൊന്നാനിയുടെ നേതൃത്വത്തിൽ ഭജനയുമുണ്ടായി. വിളക്കിന് മുന്നോടിയായി ശനിയാഴ്ച വൈകിട്ട് സഹസ്രദീപം, ഭജന, ഭിക്ഷയും നടന്നു. ചെറായി ക്രിയേറ്റീവ് വായനശാലയുടെ നേതൃത്വത്തിലായിരുന്നു രാത്രിയിലെ അന്നദാനം. വിളക്ക് ദിവസം ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉച്ചയ്ക്ക് അന്നദാനവും ഉണ്ടായി. ഇയാൾ രാമചന്ദ്രൻ ഗുരുസ്വാമിയും സംഘവുമായിരുന്നു വിളക്ക് പാർട്ടി. ക്ഷേത്രം പ്രസിഡന്റ് വേണു പയ്യപ്പാട്ട്, സെക്രട്ടറി എ.ഡി. ബീന, ട്രഷറർ വി.കെ. ഗണേശൻ തുടങ്ങി ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും നാട്ടുകാരും നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 7,090 രൂപ, പവന് 56,720 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 95 രൂപ. ചരമം കടങ്ങോട് പാറപ്പുറം കരുവാത്ത് പരേതനായ ശങ്കരൻ മകൾ ശാരദ നിര്യാതയായി. 61 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. അഭിലാഷ് മകനാണ്. ഞമനേങ്ങാട് പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗം താമസിക്കുന്ന കാളത്തുപറമ്പിൽ കുഞ്ഞു മുഹമ്മദ് ഹാജി നിര്യാതനായി. 84 വയസ്സായിരുന്നു. നായരങ്ങാടിയിൽ ഹോട്ടൽ വ്യവസായിയായിരുന്നു പരേതൻ. ഖബറടക്കം ഞമനേങ്ങാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടത്തി. ആമിനക്കുട്ടി ഭാര്യയും സലീം, ഉമ്മർ, റഷീദ, പരേതനായ ഷമീർ എന്നിവർ മക്കളുമാണ്. പഴഞ്ഞി പുലിക്കോട്ടിൽ പരേതനായ സൈമൺ മകൻ ജോയ് നിര്യാതനായി. 71 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12-ന് പഴഞ്ഞി ബ്രദറൻ സഭാ സെമിത്തേരിയിൽ നടക്കും. ഗുരുവായൂർ പേരകം പരേതനായ തെക്കേക്കര ജോസഫ് ഭാര്യ മേരി നിര്യാതയായി. 95 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 10-ന് പേരകം സെന്റ് മേരീസ് പള്ളി സെമിത്തേരിയിൽ നടക്കും. കൊച്ചുദേവസി, ഫിലോ എന്നിവർ മക്കളാണ്. കുന്നംകുളം ചൊവ്വന്നൂർ കോമ്പാറ വീട്ടിൽ ജെയ്സൺ സാമുവേൽ നിര്യാതനായി. 62 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് 4-ന് കുന്നംകുളം വീനാഗേൽ പള്ളി സെമിത്തേരിയിൽ നടക്കും. റൂബിയാണ് ഭാര്യ. അശ്വിൻ, അലക്സ് എന്നിവർ മക്കളാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. കുന്നംകുളം നഗരത്തിൽ സ്ഥാപിച്ച അനധികൃത ബോർഡുകൾ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ചെയർപേഴ്സൺ സെക്രട്ടറിക്ക് നൽകിയ കത്തിനെ ചൊല്ലി കൌൺസിൽ യോഗത്തിൽ ബഹളം. കോൺഗ്രസ് അംഗങ്ങളാണ് വിഷയം ഉന്നയിച്ച് സഭയിൽ പ്രതിഷേധിച്ചത്. തൃശൂർ പൂരം കലക്കൽ പുതിയ വിവാദമായി എ.ഡി.ജി.പി എം.ആർ. അജിത് കുമാറിന്റെ റിപ്പോർട്ട്. പൂരം കലക്കിയത് തിരുവമ്പാടി ദേവസ്വം എന്ന പരാമർശം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് പൂരം കലക്കിയതെന്നും എ.ഡി.ജി.പിയുടെ റിപ്പോർട്ട്.
കോട്ടോൽക്കുന്നിൽ മണ്ണെടുക്കാനെത്തിയ വാഹനങ്ങൾ സമരസമിതിയുടെ നേതൃത്വത്തിൽ തടഞ്ഞു. 2 ഇടങ്ങളിലായാണ് മണ്ണെടുത്തുകൊണ്ടിരിക്കുന്നത്. അളവിലധികം മണ്ണ് കയറ്റിയതിനെ തുടർന്ന് പോലീസ് എത്തി വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തു. പെരുമ്പടപ്പ് പാലപ്പെട്ടിയിൽ സ്കൂട്ടറിന് പുറകിൽ കാറിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. പുനേർകുളം ചെറായി കുലവത്ര 58 വയസ്സുള്ള രാജനാണ് മരിച്ചത്. പൊന്നാനി ഭാഗത്തു നിന്ന് വരികയായിരുന്ന സ്കൂട്ടറിന് പിന്നിൽ ഇതേ ദിശയിൽ വരികയായിരുന്ന കാർ ഇടിച്ചായിരുന്നു അപകടം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.